പറഞ്ഞു വന്നത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പല രൂപത്തിലും അടിമകളെ വഴിതെറ്റിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അത് അള്ളാഹുവിനോട് അവൻ പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. നല്ല വഴിയിൽ നിന്റെ അടിമകൾ സഞ്ചരിക്കുമ്പോ ആ നല്ല വഴിയെ തൊട്ട് അവരെ ഞാൻ വഴിതെറ്റിക്കാൻ പരിശ്രമിക്കും എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു വന്നത്. അപ്പൊ അള്ളാഹുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റേതായ കുറച്ച് അടിമകൾ, എന്റേതായ അടിമകൾ സുൽത്താൻ, അവർ ഒന്നും ഒരു ചുക്കും അവർ തൊട്ടു നോക്കാൻ നിനക്ക് കഴിയൂല. ആ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പല രൂപത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് 4 വഴിയിലൂടെയാണ് നമ്മെ വഴിതെറ്റിക്കാൻ ഇബ്ലീസ് പരിശ്രമിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന ആ വഴിയിലേക്ക് അടിമകൾ എത്തിക്കുക എന്നതാണ് ഇബ്ലീസിന്റെ ഒന്നാമത്തെ വഴി. കുഫറിലേക്ക് എത്തിക്കുക, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യിപ്പിച്ച് അവന്റെ ഈമാനില്ലായ്മ ചെയ്യുക എന്ന പ്രവർത്തനം ആദ്യമായിട്ട് ഇബ്ലീസ് ചെയ്യും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിനോട് പറഞ്ഞതാണ്, എന്റെ ഉമ്മത്തും ഒന്നടങ്കം എന്റെ ഉമ്മത്ത് മൊത്തമായി ശിർക്ക് ചെയ്യുമെന്നൊരു പേടി എനിക്കില്ല. മൊത്തം എല്ലാവരും കുഫറിലേക്ക് പോകും, ആ ഒരു പേടി എനിക്കില്ല. പക്ഷേ അഭിപ്രായങ്ങൾ പറഞ്ഞു, വലാകിൻ അഖാഫു അൻ ഉബ്സത അലൈകുമുദ് ദുനിയ, നിങ്ങളുടെ കയ്യിൽ ധാരാളമായി അല്ലാഹു പൈസ തന്നിട്ട് ആ പൈസയുടെ പിന്നിൽ ദീനിനെ മറന്നു പോകുമോ എന്നൊരു പേടിയാണ് എന്റെ മനസ്സിലുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹ് ഞങ്ങളുടെ 14 നൂറ്റാണ്ടും പറഞ്ഞതാണ്. പിന്നെ ഒന്നാകെ ആളുകൾ ശിർക്കിലേക്കും കുഫറിലേക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാലാണ്. എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്താലും അത് ശിർക്കാണ്, എന്ത് ചെയ്താലും അത് കുഫറാണ്, അങ്ങനെ ചെയ്യുന്ന ഒരു കാലാണ്. അടിവാനെന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാവരും ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. പിന്നെ പേടി എന്താ? പേടി നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടും, നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് കിട്ടും. അങ്ങനെ ആ സമ്പത്ത് കിട്ടുമ്പോ അള്ളാഹുവിനെ മറന്നു പോകുമോ എന്നൊരു പേടി. ആ ഒരു കാലത്തിനാണ് നമ്മളുള്ളത്. പൈസന്റെ കാലമാണ്. ഇന്നലെ ഞാനൊരു വാട്സപ്പിൽ 1945 നടന്ന കല്യാണത്തിന്റെ ഒരു കല്യാണ ക്ഷണക്കത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. 1945 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള. അത് ഏതെങ്കിലും നാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യന്റെ കല്യാണത്തിന്റെ കത്തൊന്നുമല്ല. പിന്നെ മൊയ്തീൻ കുഞ്ഞി ഹാജിയാരുടെ മകളുടെ കല്യാണം. നമ്മുടെ കേരളത്തിലുള്ള മലയാള കത്താണ് മൊയ്തീൻ കുഞ്ഞി ഹാജി. അവർ നാട്ടുകാരൊക്കെ കല്യാണത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കത്താണ്. അതിന്റെ അടിയിൽ നമ്മളിപ്പോ വാദിന്റെ നോട്ടീസ് എഴുതിയാൽ ലാസ്റ്റ് ഉണ്ടല്ലോ, പിന്നെന്താ അവസാനം ക്ഷീണം ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് പ്രത്യേക സൗകര്യം ഉണ്ടാവും. അങ്ങനെ ആ കത്തിന് അവസാനം എഴുതിയെന്തറിയോ എഴുതിയിട്ടുള്ളത്? നമുക്ക് ഇന്ന് അള്ളാഹു ചെയ്ത ഞാമത്തിന്റെ ആ ഒരു കട്ടി മനസ്സിലാക്കാൻ പറയാം. ഇന്ന് എന്ത് ചെയ്യാനും നമുക്ക് മടി കാണുന്ന പൈസ ഇല്ലെങ്കിൽ പൈസ തരാനാണ് എല്ലാവരും. പക്ഷെ അതിന്റെ മടി എഴുതിയെന്തറിയോ? ആര്യാരുടെ മകളുടെ കല്യാണത്തിന്റെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ള നാട്ടുകാരായ നിങ്ങൾ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ദിവസത്തിന് നിങ്ങളുടെ റേഷൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ച് നിങ്ങളെ സഹായിക്കണേ. നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന ഒരു ദിവസത്തിന്റെ ഭക്ഷണത്തിന് അറിയില്ലല്ലോ റേഷൻ, അത് മൊയ്തീൻ കുഞ്ഞാകുന്ന എന്റെ വീട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു തന്ന് നിങ്ങളൊന്ന് സഹായിക്കണേ. ചിന്തിക്കും അന്നത്തെ കാലത്തിന്റെ ആ ഒരു കഠിനമായ വേദനയും ആ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥത്തിലേക്ക്. ഇന്ന് അരി കൊടുത്താൽ എടുക്കുന്ന ആളുണ്ട്, ആളില്ല. ഇനിയിപ്പോ നോമ്പിന്റെ ഫിത്ർ സക്കാത്തിന്റെ ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന്റെ ബേജാർ മനസ്സിലാക്കുന്നത്. ഗൾഫുകാരും നാട്ടുകാരും എന്താക്കുന്ന അരി എന്താക്കുന്നത് പൈസ കൊടുക്കാൻ പറ്റുമോ? അതിനകത്തിട്ട് മസാല പറഞ്ഞിട്ടുണ്ട്, അതിനകത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഫണ്ട് രൂപീകരിക്കുന്ന ആളുണ്ട്. ആ അരി കൊടുത്തില്ല, പ്രശ്നമില്ല, പൈസ നമ്മുടെ കമ്മിറ്റിക്ക് പറ്റും, പിരിക്കാം, അതിന് പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, ശരിയായ കൂട്ടൊന്നുമല്ല. ഏതായാലും എന്താണ് ചിന്തിക്കാൻ കാരണം? എടുക്കാൻ ആളില്ല. അരി കൊടുത്താൽ എടുക്കാൻ ആളില്ല. അങ്ങനത്തെ ഒരു കാലമാണ്. അന്നത്തെ കാലത്തിന്റെ സുബ്ഹാനല്ലാഹ് കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ദിവസം മുമ്പ് നിങ്ങളുടെ വീട്ടിന്റെ ഒരു ദിവസത്തിന്റെ റേഷൻ അരി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നതാണ് എന്റെ അവസ്ഥ. ആരെവിടെയാ ഇന്ന്? സുബ്ഹാനല്ലാഹ് എന്ത് തോന്നിവാസം ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് എന്താ? നമ്മുടെ പൈസയാണ്. പൈസയിൽ നമ്മളെ അഡിക്റ്റായി പോയി. പൈസ കൊണ്ട് നമ്മൾ കളിക്കുന്ന കാലാണ്. എന്തും ചെയ്യാം. അള്ളാഹുവിനെ മറന്നിട്ടുള്ള കളിയാണ്. റസൂലുള്ളാഹി പറഞ്ഞ സത്യല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്. എന്റെ ഉമ്മത്തിന് ഞാൻ പേടിക്കുന്ന വിഷയം ദുനിയാവ് നിങ്ങളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചു തരലാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. അത് വരുമ്പോ നിങ്ങൾ പല അനാചാരങ്ങളും അന്ന് പൊരുത്തപ്പെടാത്ത പല പ്രവർത്തനങ്ങളും നിങ്ങൾ ഇവിടെ ചെയ്യും കാട്ടും കൂട്ടും. അത് പേടിയാണ്. ഇപ്പൊ നമ്മുടെ നാടിന്റെ പല ആ ഭാഗങ്ങളിലൊക്കെയും ഉറൂസ് പരിപാടികൾ, ആ ഉറൂസ് പരിപാടി നമ്മളെ പോലെ ഈ ഉറൂസ് എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ് ആനെ കൊണ്ടുവന്നിട്ടുള്ള ഉറൂസുകൾ, ആന സവാരി, കുതിര സവാരി, സുബ്ഹാനല്ലാഹ് പൊരുത്തപ്പെടുമോ? എത്ര മഹാന്മാരായ ആലിമീങ്ങൾ അതിനെതിരെ ശബ്ദിച്ചിട്ട് കാര്യമില്ല. ശബ്ദിക്കലോടുകൂടി അതിന്റെ ആ ഊർജ്ജം കൂടാൻ. കഴിഞ്ഞ കൊല്ലം 10 ആനയാണെങ്കിൽ അടുത്ത 20 ആനയാണ്.
റസൂലുള്ളാഹി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം ഒരു ആനപ്പുറത്ത് കയറിയ ഒരു അടിക്കാൻ കഴിയും ഇല്ല. ഖുർആനിൽ ആനയുടെ സംഭവമായിട്ട് പറഞ്ഞ ഒരേ ഒരു സംഭവം ഏതാ? ആനയെ കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനുണ്ടായ നഷ്ടവും ആ ആനയെ നശിപ്പിച്ച കാര്യവും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയാം. പക്ഷേ അങ്ങനെയുള്ള ആന കൊണ്ടുവന്നു മറ്റുള്ള ആളുകളുടെ ആ മതക്കാരുടെ ആചാരങ്ങളും മറ്റുള്ള ആ കാര്യങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഒരു അവസ്ഥ എവിടെ എത്തിക്കാനും അതിനെതിരെ ശ്രദ്ധിച്ചാൽ പ്രശ്നമാണ്. ഉറൂസിന്റെ പേരിൽ നടക്കുന്ന എന്താ ഭയങ്കരമായ പാട്ടും മേളങ്ങളാണ്. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ മഹാന്മാര് നിയന്ത്രണമുള്ള നാടായതുകൊണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ അടുത്ത തലമുറ എന്താണെന്ന് പറയാൻ പറ്റില്ല. പഠിച്ച് കല്യാണത്തിന്റെ അന്നും ഗാനമേളാണ്, പാട്ടാണ്, അതെല്ലാം പഠിച്ചിട്ടാകുമ്പോ നമ്മുടെ മക്കളെ മനസ്സിൽ വരുന്നത് ഇതെല്ലാം ഹലാലാണ്. നമുക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ ഉപ്പമാരും അത് പഠിപ്പിച്ചില്ല. അത് കാണുമ്പോൾ നമുക്കൊരു വെറുപ്പാണ്. ഇനി അടുത്ത തലമുറ നമ്മുടെ മക്കൾ വരാറില്ല. നമ്മുടെ മക്കളും ഒരു മനസ്സിലാക്കി അവിടെ വീട്ടിലെല്ലാം അൽഹംദുലില്ലാ പറ്റും. മനസ്സിലാക്കിയത് വാദനൊരു ഗാനത്തിലാക്കിയത് രസമഞ്ജരി പാട്ട് വേണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം വരാനുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. എന്തായാലും കാരണം പൈസ ഏറ്റവും വലിയ നിയമത്തുകൾ അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ ചെലവഴിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു ഇബ്ലീസിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ആളുകളെ കുഫ്രിലേക്കും അതുപോലെ ശിർക്കിലേക്കും എത്തിക്കുന്ന പ്രവർത്തനമാണ്. അതിന് മെമ്പർ കിട്ടാതിരിക്കുമ്പോ അവൻ ചെയ്യുന്ന രണ്ടാമത്തെ പ്രവർത്തനം ജനങ്ങളെ കൊണ്ട് വൻ കുറ്റങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും. വലിയ വലിയ പാവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് പരിശ്രമിക്കും എന്നതാണ്. കൊലപാതകം, സിഹർ, അതുപോലെ സുബ്ഹാനല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് എണ്ണി പറഞ്ഞ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ അക്കമിട്ട് പറഞ്ഞ സബൂൽ മുബീഖാത്ത് എന്ന് പറയുന്ന വലിയ പാവങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ് പലിശയുമായി ബന്ധപ്പെടുക, യതീമീങ്ങളായ മക്കളുടെ സമ്പത്ത് തിന്നുക, ഇതുപോലെയുള്ള പാവങ്ങൾ, സിഹറുമായി ബന്ധപ്പെടുക, ഇങ്ങനെയുള്ള പാവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിക്കും. അത് ചെയ്താൽ ഒരു ഭയങ്കര സന്തോഷമാവും. കാരണം മെമ്പർ കിട്ടിയവന് ഓനെ ആസ്വദിപ്പിക്കാനും ഓനെ സന്തോഷിപ്പിക്കാനും ആളെ കിട്ടുമ്പോൾ ഇബ്ലീസിന് വലിയ സന്തോഷം. അങ്ങനെയുള്ള ഒരു സമയം പെടാതിരിക്കാനാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമ്മിലേക്ക് അല്ലാഹു തആല ഇറക്കി തന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇബ്ലീസ് ഞങ്ങള് പിന്നെ രണ്ട് കാര്യങ്ങൾ മഹാന്മാർ പറയും. ഈ രണ്ടും ഇനി പറയാനുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെയും പരിപൂർണമായ രൂപത്തിൽ ഞങ്ങൾ വിരമിച്ച് ശൈത്താനിനെ വെറുപ്പിച്ച് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ കടന്നുപോയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈമാനോട് കൂടി മരിക്കാൻ നമ്മളത് സഹായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസര നാടുകളിലും പടച്ചോനെ എത്രയോ ആരോഗ്യമുള്ള ചെറുപ്പക്കാരുണ്ട്, ആരോഗ്യമുള്ള മുഅ്മിനീങ്ങളുണ്ട്, ആരോഗ്യമുള്ള ഉമ്മമാരുണ്ട്. യാ അല്ലാഹ് എന്നിട്ട് പോലും പടച്ചോനെ ശൈത്താനിന്റെ ആ പ്രവർത്തനത്തിൽ അവർ കുടുങ്ങിയിട്ട് സുബഹി നിസ്കാരമാകുന്ന വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംകർമ്മം അത് ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാണിച്ച ആളുകളുണ്ട്. അല്ലാഹ് നിർവഹിക്കാൻ പടച്ചോനെ മടി കാണിച്ച ആളുകളുണ്ട്. പടച്ചോനെ എത്രയോ ആളുകൾ ഇവിടെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുമ്പോ ധാരാളം മെമ്പർമാർ അത് കേൾക്കാൻ, അതിൽ കൂടാൻ, അത് കണ്ട് രസിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോ അതിന്റെ ദീനിന്റെ കാര്യത്തിന് ആളുകൾ കുറഞ്ഞു വരുന്ന പടച്ചോനെ നമുക്ക് തന്ന ഈമാൻ, നമുക്ക് തന്ന തൗഫീഖ്, നമുക്ക് തന്ന ഈ സൗഭാഗ്യം ഇത് മരിക്കുന്നത് വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഈ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ കബൂലിയത്തുള്ള അമലുകളാക്കണേ അല്ലാഹ്. നിന്റെ അടുത്ത് സ്വീകാര്യതയുള്ള അമലുകളായി, ഇബാദത്തുകളായി, നിസ്കാരങ്ങളായി, സുജൂദുകളായി പള്ളിയിലേക്ക് വന്നതിനെയും പോയതിനെയും പടച്ചോനെ നമ്മുടെ എല്ലാ സെക്കൻഡുകളെയും ആക്കി തരണേ അല്ലാഹ്. ഇബ്ലീസിന്റെ ഒരു ശരീരം ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. ഒരു ശരീരം നീ പെടുത്തല്ലേ അല്ലാഹ്. ഒരു തിന്മയിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചോനെ യാ അല്ലാഹ് നമ്മുടെ നാട്ടിലുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും അയ്യാ പടച്ചോനെ നീ ദീനി ബോധം നൽകണേ അല്ലാഹ്. ഇബ്ലീസിന്റെ ശർറ് അത് ഇബ്ലീസിന്റെ ഭാഗത്തിൽ നിന്നിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ യാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഞങ്ങളുമായി പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ബേജാറുകൾ പറഞ്ഞ് ദുആവസിയത്തിനവരാ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ബേജാറുകളും നീ പരിഹരിക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫാവ് നൽകണേ അല്ലാഹ്. റബ്ബേ കുടുംബങ്ങളിലും വീടുകളിലും നാട്ടുകാരിലുമുള്ള ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹ്. സമയമാകുമ്പോ അവർക്ക് നീ സലാമത്തുള്ള പ്രസവം നൽകണേ അല്ലാഹ്. പടച്ചോനെ ഇന്നലെ ചെറിയ ഒരു കുട്ടി നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് തന്നെ കുമ്പളയുടെ ഒരു ഭാഗത്ത് മരിച്ച വിവരം കേട്ടോ. എന്തൊരു മരണമാണ്. ചെറിയ 2 വയസ്സുള്ള കുട്ടി. ആ
കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലോ, സബർ നൽകണേ അല്ലോ. അതുപോലെയുള്ള ഒരു മരണവും നമ്മുടെ മക്കൾക്ക് നീ കൊടുക്കല്ലേ അല്ലോ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലോ, തിന്നുമ്പോ കാക്കണേ അല്ലോ, പിടിക്കുമ്പോ കാക്കണേ അല്ലോ, നടക്കുമ്പോ കാക്കണേ അല്ലോ, കളിക്കുമ്പോ കാക്കണേ അല്ലോ. ഓരോ സെക്കൻഡുകളിൽ പടച്ചവനെ നമുക്ക് നമ്മുടെ മക്കൾക്കും റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലോ, സലാമത്ത് നൽകണേ അല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മക്കൾ മരിച്ചുപോയുണ്ട് ഈ പള്ളിയുടെ പരിസരത്തിൽ. റബ്ബേ എത്ര മക്കൾ, തങ്ങന്മാരുടെ മക്കൾ, എത്ര മുമ്പിങ്ങളുടെ മക്കൾ കിടക്കുന്നല്ലോ. റബ്ബേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകല്ലോ. അവരെ കൊണ്ട് ആഖിറം റബ്ബേ നമ്മുടെ ആഖിറം നീ സന്തോഷത്തിലാക്കണേ അല്ലോ. അവരെ കൊണ്ട് റബ്ബേ സ്വർഗത്തിൽ പെട്ടെന്നെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.